കാണുന്ന ഒരു കാര്യമുണ്ട്. ആദ്യം ആ ക്യാമറ അങ്ങോട്ട് നടത്തി ഇടുക്കി ഗേറ്റ് ബാറാണ്. സർവേ സ്റ്റാറ്റസിൻ്റെ മാത്രമാണെന്ന് നിങ്ങൾ ചിന്തിക്കാവുള്ളൂ. അപ്പം ആദ്യം കാണുന്ന ഇടുക്കി ഗേറ്റ് അത് ഫസ്റ്റ് ഫ്ലോറിലാണ്. അതുകൂടാതെ ജെ ജെ മർഫി ഹാള്, ഇത് ഇങ്ങോട്ട് ക്യാമറ കൊണ്ട് അത് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ജെ ജെ മർഫി ജനറൽ മർമ്മൊക്കെയാണ് കാണിച്ചത്. എൻഐആറിൽ വന്നിട്ട് റബ്ബർ കൃഷി ചെയ്ത് നമ്മൾ മുമ്പേ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അവിടെ റബ്ബർ കൃഷി ചെയ്തിട്ട് അവിടെ തന്നെ അടക്കം ചെയ്യപ്പെട്ട ഒരു വ്യക്തിയാണ് ജെ ജെ മർഫി എന്ന് പറയുന്നത്. എനിക്ക് തോന്നുന്നു, എൻ്റെ ഒരു ഓർമ്മ ശരിയാണ്, 1906 ആണ് എനിക്ക് തോന്നുന്നു. അങ്ങനെ അല്ലെങ്കിൽ പ്രൊഫസർ എൻ്റെ ഓർമ്മ ശരിയാണെങ്കിൽ. ഓക്കെ, അതിനുശേഷം ഇത് അയർലൻഡുകാരനായിരുന്നു കേട്ടോ. പിന്നെ ഇതുകൂടാതെ അടുത്ത് പ്ലാന്റേഴ്സ് ക്ലബ്ബ് എന്ന് പറയുന്ന മറ്റൊരു റെസ്റ്റോറൻറ്റ്. ഇനി പോലെ ക്യാമറ പ്ലാന്റേഴ്സ്. നമസ്കാരം. അർമാനി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഉത്സവം, ആഘോഷം, ലക്ഷറി, ഇങ്ങനെ പല വാക്കുകളുണ്ട്. ഇതിൻ്റെ ഒറിജിനൽ ഏതാണെന്ന് എനിക്ക് കൃത്യമായിട്ട് അറിഞ്ഞുകൂടാ. എന്നിട്ട് ഞാൻ പറഞ്ഞത് KK റോഡിൽ, അതായത് കോട്ടയം കുമളി റോഡിൽ, ഇപ്പോൾ KK റോഡ് എന്നല്ല പേര്, ഇപ്പോൾ കൊല്ലം തേനി ദേശീയപാത എന്നാണ് അതിൻ്റെ പേര്. ആ റോഡിൽ സൈഡിൽ മുണ്ടക്കയത്ത് പൈങ്ങണ എന്ന സ്ഥലത്തിന് തൊട്ടടുത്തായിട്ട് ഒരു ഹോട്ടലുണ്ട്, അർമാനി. ഞാൻ വളരെ യാദൃശ്യമായിട്ട് എനിക്ക് കുമളിക്ക് പോകേണ്ട ഒരു ആവശ്യമുണ്ടായിട്ട് ഞാൻ പോയപ്പോഴാണ് അവിടെ കയറുന്നത്. ഇവിടെ ഇത്ര നമ്മുടെ ഒരു പ്രദേശത്ത് ഹൈ റേഞ്ച് സെറ്റപ്പിൽ അതെങ്ങനെ അത് സെറ്റ് ചെയ്തെന്ന് എനിക്ക് പലപ്പോഴും അനുഭവം തോന്നി. നേരത്തെ ഇവിടെ ഒരു ഹോട്ടലുണ്ടായിരുന്നു. അവിടെ അതുകൂടാതെ മദ്യശാലയുണ്ട്. നമ്മൾ ഈ മദ്യശാലയുടെ പരസ്യമല്ല കൊടുക്കുന്നത്. ഒരു കാരണവശാലും മദ്യത്തെ പ്രോത്സാഹിപ്പിക്കുകയല്ല. പിന്നെ ആവശ്യമുള്ളവർക്ക് കഴിക്കാം, വേണ്ടാത്തവർക്ക് വേണ്ട. അവിട്ടം ദിവസത്തിൽ, അതായത് തിരുവോണത്തിൻ്റെ പിറ്റേ ദിവസം ഒരു പ്രത്യേകതയുണ്ട്. അവിടെ പെൺപുലികളിയുണ്ട്. നിങ്ങളെല്ലാം പോയി കാണണം. നൃത്തമുണ്ട്. മൊത്തം കളറാക്കാൻ തീരുമാനിച്ചിരിക്കുകയാണ് നമ്മുടെ അർമാനിക്കാർ. ഈ അർമാനിക്ക് അതുകൂടാതെ ഞാൻ കണ്ടിടത്തോളം അവർക്ക് 3 നിലകളിൽ 4 നിലയുണ്ട്. അത്ര ഒരു സംവിധാനം. അതായത് മുണ്ടക്കയം ടൗണിനോട് വരുന്ന എങ്ങനെ ഇവർക്ക് ഇത് സാധിച്ചു എന്നുള്ളത് എന്നെ അത്ഭുതപ്പെടുത്തിയൊരു കാര്യമാണ്. അപ്പം നിങ്ങളിതിൻ്റെ സമയത്ത് ഇതിൻ്റെ വീഡിയോ നിങ്ങൾക്ക് കണ്ടുകൊണ്ടിരിക്കാം. നമുക്ക് താങ്ങാവുന്ന ഒരു നിരക്കുണ്ട്. അതിൻ്റെ മുകളിലൊരെണ്ണമുണ്ട്. ഓരോന്നിനും ഓരോ പേരാണ് ഇട്ടിരിക്കുന്നത്. എന്നെ ഏറ്റവും കൂടുതൽ അത്ഭുതപ്പെടുത്തിയത് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അവിടെ അവർ ആ ഓരോ നിലയ്ക്കും ഓരോ പേരിട്ടിരിക്കുകയാണ്. ഇതുകൂടാതെ നല്ല ഒന്നാന്തരം റൂമുകൾ, ഫാമിലി സഹിതം വന്നു കഴിഞ്ഞാൽ നല്ല വീതിയും നീളവും ഒക്കെയുള്ള ബെഡുള്ള, കട്ടിലുള്ള സംവിധാനങ്ങൾ, റൂമുകൾ എല്ലാം അവിടെ അവൈലബിളാണ്. അതുകൂടാതെ നമുക്ക് ഹൈ റേഞ്ചിൻ്റെ സൗന്ദര്യം മുഴുവൻ കാണാൻ പറ്റും. പലയിടത്തും അവർ ഗ്ലാസ്സാണ് സെറ്റ് ചെയ്തിരിക്കുന്നത്. ഇവിടെ ജനലല്ല, ഗ്ലാസ് തന്നെ സെറ്റ് ചെയ്തിരിക്കുകയാണ്. അപ്പോൾ അതുവഴി നമുക്ക് കാണാം. ഇതിനോടൊപ്പം നമ്മൾ കാണിക്കുന്നുണ്ട്, പരമാവധി കാണിക്കാൻ നമ്മൾ ശ്രമിക്കുന്നുണ്ട്. അപ്പോൾ നിങ്ങൾ അത് പോവുക, കാണുക, ആസ്വദിക്കുക. മുണ്ടക്കയത്ത് RD സിനിമാസ് എന്ന് പറഞ്ഞ ഒരു പ്രസ്ഥാനമുണ്ട്, നിങ്ങൾക്കെല്ലാം അറിയാമല്ലോ. അപ്പം നമ്മുടെ കേരളത്തിലെ തന്നെ ഏറ്റവും വലിയ തിയേറ്ററുകളിൽ ഒന്നാണ് RD സിനിമാസ്. അവിടെ സിനിമയ്ക്കൊക്കെ വേണമെങ്കിൽ അവിടെയും പോകാം, ഇവിടെയും വരാം. അങ്ങനെ നല്ലൊരു സംവിധാനമാണ്. നിങ്ങൾക്ക് അവിടെ ചെന്ന് കഴിഞ്ഞാൽ ആസ്വദിക്കാൻ പറ്റും. കുടുംബസമേതം പോകാൻ പറ്റുന്ന മറ്റ് സംവിധാനമുണ്ട്. അതായത് റെസ്റ്റോറൻറ്റ് മാത്രമായിട്ടുള്ള സംവിധാനമുണ്ട്. വളരെ ഗംഭീരം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാനിന്നിവിടെ വളരെ യാദൃശ്യമായിട്ടാണ് പോയത്. അപ്പോൾ ഞാൻ കണ്ട കുറച്ച് കാഴ്ചകൾ നിങ്ങൾക്ക് ഇതോടൊപ്പം ഞാൻ പകർത്തുന്നുണ്ട്. നമുക്ക് ആ വീഡിയോയിലേക്ക് നമുക്ക് പോകാം. ഇതെന്താ ഈ ഗ്ലാസിന് ഇതിനൊരു പ്രത്യേകത? എനിക്കൊന്ന് അറിഞ്ഞാൽ കൊള്ളാമെന്നുണ്ട്. നമ്മളുടെ കസ്റ്റമേഴ്സിന് കൃത്യമായ അളവിൽ അവരുടെ പൈസയ്ക്ക് ഒരു തുള്ളി പോലും കുറയാതെ നമ്മുടെ ഉൽപ്പന്നം അവരിലേക്ക് എത്തുക എന്നുള്ളതാണ് നമ്മുടെ ലക്ഷ്യം. അപ്പോൾ നമ്മളെല്ലാ ദിവസവും റാൻഡമായിട്ടും ചെക്ക് ചെയ്യാറുണ്ട്. ഡെയിലി രാവിലെ നമ്മൾ സെലക്റ്റീവായിട്ടുള്ള കുറച്ച് പ്രൊഡക്റ്റ് എടുത്തിട്ട് അതിൽ ഇത് വരുന്ന കസ്റ്റമേഴ്സിന് എന്തെങ്കിലും സംശയം പറഞ്ഞാൽ അവിടെ മുമ്പിൽ വെച്ചും നമ്മളിത് ചെക്ക് ചെയ്ത് കാണിക്കും. അല്ലാതെ നമ്മുടെ മാനേജ്മെൻറ്റ് സ്റ്റാഫ് എല്ലാ ദിവസവും സെലക്റ്റീവായിട്ടുള്ള ഉൽപ്പന്നങ്ങൾ ഇത് ചെക്ക് ചെയ്ത് ഇതിൻ്റെ നിലവാരം ഉറപ്പുവരുത്തും. അത് അതെ കൃത്യമായിട്ട് കിട്ടുന്നുണ്ടെന്ന്, അത് കിട്ടുമ്പം ആ കസ്റ്റമറിനുണ്ടാവുന്ന സംതൃപ്തി, അതാണ് നമ്മുടെ വിജയം. അതെ, അതിനു വേണ്ടിയാണ്. അപ്പോൾ ഇതിനിടയ്ക്ക് ഞാൻ ഒരു കാര്യം ചോദിച്ചിട്ടേ, ഇതിനിടയ്ക്ക് ഈ ജീവനക്കാർ വല്ലതും വെള്ളം അടിച്ചാൽ അങ്ങനെ തിരിച്ചറിയും?
അതിനുള്ള മെഷീനും നമ്മൾ മേടിച്ച് വെച്ചിട്ടുണ്ട്. ബ്രത്ത് അനലൈസർ ഉണ്ട്. ഉണ്ട്. ഡ്യൂട്ടിക്ക് ഇന്നാവുമ്പോഴും ഔട്ടാവുമ്പോഴും നമ്മളത് പരിശോധിച്ച് ഉറപ്പുവരുത്തിയതിന് ശേഷമാണ് സ്റ്റാഫിനെ പുറത്തേക്ക് വിടുന്നതും അകത്തേക്ക് വരുന്നതും. അത് ഒരു കസ്റ്റമർ മദ്യവെച്ച് കഴിഞ്ഞാൽ എന്ത് ചെയ്യും? അന്നത്തെ ഡ്യൂട്ടിയിൽ നിന്ന് ഒഴിവാക്കുമോ? എന്താ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്? ഡ്യൂട്ടിയിൽ നിന്ന് ഒഴിവാക്കുകയല്ല, ജോലിയിൽ നിന്ന് പുറത്താക്കുകയാണ് ചെയ്യുന്നത്. നല്ല തീരുമാനം. ഈ വരുന്ന കസ്റ്റമറിനൊപ്പം ഒരു ജീവനക്കാരൻ കൂടി മദ്യപിച്ച് കഴിഞ്ഞാൽ സംഭവം ചിലപ്പോൾ കുളമാകാൻ സാധ്യതയുണ്ട്. പലപ്പോഴും കണ്ടിട്ടുണ്ട് അടിയും ബഹളമൊക്കെ ഉണ്ടാവും അല്ലേ? അങ്ങനെ സാധ്യത. അടിക്കും ബഹളത്തിനും സാധ്യതയുണ്ട്. പിന്നെ കസ്റ്റമേഴ്സിന് കൃത്യമായിട്ടുള്ള സർവീസ് കിട്ടാനുള്ള ബുദ്ധിമുട്ട് വരും. അതാണ് മെയിനായിട്ട് നമുക്ക് അവർ ആ ഒരു ഇതിലേക്ക് മാറിക്കഴിയുമ്പം അവരുടെ ഉത്തരവാദിത്തപ്പെട്ട ഡ്യൂട്ടിയിൽ നിന്ന് അവർ വ്യതിചലിച്ചു പോകും. അപ്പോൾ അത് കസ്റ്റമേഴ്സിന് ബുദ്ധിമുട്ടുണ്ടാക്കും. അതിനുവേണ്ടിയാണ് നമ്മൾ ഈ ഒരു സംവിധാനവും കൂടെ ചെയ്തിരിക്കുന്നത്. ഇപ്പോൾ ജീവനക്കാരൻ മദ്യപിച്ചു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അയാളെ ജോലിയിൽ തന്നെ പുറത്താക്കുന്ന ഒരുപക്ഷെ കേരളത്തിലെ ആദ്യത്തെ ബാറായിരിക്കും ഇത്. അപ്പോൾ നിങ്ങൾക്ക് കൃത്യമായ സേവനം കിട്ടുകയും ചെയ്യും. ഇനി മറ്റൊരു കാര്യം കൂടെ അറിയാമുണ്ട്. ഒരു ആൾ ഇവിടെ വന്നു മദ്യപിക്കുന്നു എന്ന് കൂട്ടിക്കോ, അദ്ദേഹത്തിന് വണ്ടി ഓടിക്കാൻ സാധിക്കുന്നില്ല, നിങ്ങൾ എന്ത് സേവനം ചെയ്യും? അദ്ദേഹത്തെ നമ്മുടെ ഡ്രൈവർ അദ്ദേഹത്തിന് വണ്ടി ഉണ്ടെങ്കിൽ അദ്ദേഹത്തിൻ്റെ വണ്ടിയിൽ വീട്ടിലാക്കും. ഇനി അദ്ദേഹത്തിന് വണ്ടിയില്ല, പോകാൻ പറ്റാത്തൊരു കണ്ടീഷനാണെങ്കിൽ ഒരു ഓട്ടോ വിളിച്ചെത്തിക്കാൻ ശ്രമിക്കും. ഇല്ലെങ്കിൽ നമ്മുടെ വണ്ടിയിൽ തന്നെ നമ്മൾ വീട്ടിലെത്തിക്കും. പുതിയതായിട്ട് പറഞ്ഞ അർമാണി ഹോട്ടലിനെ പറ്റി ചേട്ടൻ പേരനാ? എൻ്റെ പേര് അനിൽകുമാർ. അനിൽകുമാർ. എവിടാ വീട്? എവിടെ? മുണ്ടക്കയം. മുണ്ടക്കയത്താ വീട്. എങ്ങോട്ട് പുതിയ ആംബിയൻസ് എങ്ങനെയുണ്ട്? കുഴപ്പമില്ല. നല്ല ഇടപെടൽ, നല്ല ഫുഡ്, നല്ല ആഹാരം എല്ലാം ഉണ്ട്, കിട്ടുന്നുണ്ട്. ഓ ശരി ശരി. നല്ല രീതിയിലുള്ള സ്റ്റാഫൊക്കെ നല്ല സ്റ്റാഫുകളാണ്. അതെ അല്ലേ? മികച്ച ഒരു നേരത്തെ പോലെ അല്ല, ഇപ്പൊ നല്ലതാണ്. കേക്കറോഡിൽ ഇത്ര നല്ലൊരു റെസ്റ്റോറന്റ് ഉണ്ടെന്ന് തോന്നുന്നു. റെസ്റ്റോറന്റ് ഇല്ല ഇവിടെ. ഇത് നല്ലതാണ്. നല്ല ഫുഡ്, എല്ലാ ഭക്ഷണവും എല്ലാം ഉണ്ട്. നല്ല അറേഞ്ച്മെന്റ്സ്. അല്ല, മുണ്ടക്കത്തെ സംബന്ധിച്ചിടത്തോളം ഒരു ആംബിയൻസ് ആണ് ഈ ഹോട്ടൽ തന്നെ. കൃത്യം നല്ല അവര് മുണ്ടക്കത്തിന്റെ പൾസ് മനസ്സിലാക്കിയാണ് അതെല്ലാം ആംബിയൻസ് ചെയ്തേക്കുന്നത്. മുണ്ടക്കത്ത് ആദ്യമായിട്ട് റബ്ബർ കൃഷി തുടങ്ങിയ മർഫി സാഹിബിന്റെ പേരിൽ വരണം, പ്ലാന്റേഷന്റെ പേരിൽ വരണം. പിന്നെ എല്ലാത്തരത്തിലും എല്ലാവരെയും അക്കോമഡേറ്റ് ചെയ്യാനുള്ള ഒരു നല്ലൊരു ഇതുണ്ട്. ഓർമ്മ തന്നെ അത് വലിയ കാര്യമാണ്.